ഗൈസ്, വെൽക്കം ബാക്ക് ടു സാല ലേണിംഗ്. ഇറ്റ്സ് മീ ശ്രീഭാമ SB. ഹായ്ഡ മക്കളെ, എല്ലാ മക്കൾക്കും നമ്മുടെ ഒരു അടിപൊളി ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് മിസ് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആകാൻ പോകുന്ന കാര്യമാണ്. നിങ്ങളുടെ പബ്ലിക് എക്സാമിങ് എടുത്തെത്തിയല്ലേ, ഇനി ദിവസമൊന്നും ഇല്ല, ഇതാ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ എക്സാം ഡേറ്റ് ആവും. അപ്പൊ നിങ്ങൾക്ക് ഏറ്റവും യൂസ്ഫുൾ ആകാൻ പോകുന്ന ഒരു കാര്യമായിട്ടാണ് മിസ് വന്നിട്ടുള്ളത്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫോർ ഷേപ്പ് ആൻഡ് സ്ട്രെങ്ത് അല്ലെങ്കിൽ രൂപത്തിനും ബലത്തിനും എന്ന് പറയുന്ന ഒരു അടിപൊളി ചാപ്റ്റർ പഠിക്കാനുണ്ട് അല്ലേ. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. പബ്ലിക് എക്സാമിന് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചു കാണുന്ന ക്വസ്റ്റ്യൻസുകളാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ റെഡി ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ മക്കളെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പിടിച്ചോ. ചിത്രം നിരീക്ഷിച്ച് ഇവയുടെ പേര് എഴുതാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഇവ ആന്തരാസ്ഥികൂടമാണോ ബാഹ്യാസ്ഥികൂടമാണോ, എൻഡോസ്കെലിറ്റൺ ആണോ എക്സോസ്കെലിറ്റൺ ആണോ ചോദിച്ചിട്ടുണ്ട്. ആന്തരാസ്ഥികൂടം ബാഹ്യാസ്ഥ ഉള്ള രണ്ടുമുള്ള ജീവി ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഈസ് ദർ എനി ഓർഗാനിസം ദാറ്റ് ഹാവ് ബോത്ത് എൻഡോസ്കെലിറ്റൺ എക്സോസ്കെലിറ്റൺ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇതിന്റെ എല്ലാം ആൻസർ ആണ് നമ്മൾ ചെയ്യേണ്ടത്. എങ്ങനെ നമുക്ക് ആൻസർ ചെയ്യാം നോക്കിക്കോ. ചിത്രം നിരീക്ഷിച്ച് ഇവിടെ പേര് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തെ ആള് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്താ തോന്നേ? കുറച്ച് നീണ്ട കഴുത്തൊക്കെ ഉള്ള ആൾ ആരാ മക്കളെ? നമ്മുടെ പാടത്ത് കൂടെ നടക്കുന്ന നമ്മുടെ കൊച്ചിയിലെ അടുത്തത് നിങ്ങൾക്ക് ഓൾറെഡി പരിചയം ഉണ്ടായിരിക്കും. എല്ലാ സമയത്തും മിക്കവാറും വീടുകളിലൊക്കെ കാണുന്നതാണ് ഈ പല്ലി ചത്ത് കിടക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും അല്ലെ. അപ്പൊ ഈ പല്ലി ചത്ത് കിടക്കുന്നതായിട്ട് കഴിഞ്ഞിട്ട് അങ്ങനെ ദ്രവിച്ച് പോകുമ്പോൾ ഈ ഒരു അവസ്ഥയിലോട്ടായിട്ടുണ്ടായിരിക്കും. മൂന്നാമത്തെ പിന്നെ പറയേണ്ട ആവശ്യമേ ഇല്ല. മീൻ കഴിക്കാത്ത ആളുകളില്ലല്ലോ. നമ്മുടെ അയില, മത്തി, ചൂര, കര അല്ലേ. അപ്പൊ നമ്മൾ എപ്പോഴും മീനും കാര്യങ്ങളൊക്കെ കഴിക്കുന്നുണ്ട്. ഈ ഒരു സാധനം നിങ്ങൾക്ക് ഒരിക്കലും തെറ്റിപ്പോലാന്ന് എനിക്ക് ഉറപ്പാണ്. അപ്പൊ ഇങ്ങനെ ഓരോന്നിന്റെയും അസ്ഥികൂടം നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. കൗവിന്റെ, നമ്മുടെ പശുവിന്റെ ഉണ്ട്, ഗോട്ട് ആടിന്റെ ഉണ്ട്, ഡോഗിന്റെ ബൗബാവിന്റെ ഉണ്ട്, ആൻഡ് ക്രെയിൻ ആണ് നമ്മൾ പറഞ്ഞ കൊച്ചിയുടെ വെച്ചിട്ടുണ്ട്, ലിസാർഡ് പല്ലിയുടെ വെച്ചിട്ടുണ്ട്, ഫിഷ് നമ്മുടെ സ്വന്തം മീനും വെച്ചിട്ടുണ്ട്. മീനൊക്കെ നമ്മൾ കടിച്ചു മുറിച്ച് തിന്നിട്ട് അവിടെ എടുത്ത് വെക്കുമ്പോൾ, കടിച്ചു മുറിച്ചല്ല, തിന്നു കഴിഞ്ഞിട്ട് പിന്നെ അതിന്റെ മുള്ളു കാണുമ്പോൾ നമുക്കറിയാം ഈ ഒരു ഷേപ്പ് ആണെന്നല്ലേ. സോ ഈ ഒരു ഷേപ്പ് വെച്ചിട്ട് ഐഡന്റിഫൈ ചെയ്യാനാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അത് അടിപൊളിയായിട്ട് നിങ്ങൾ ആൻസർ ചെയ്തു. അപ്പൊ നോക്കടാ, പശു, ആട് തുടങ്ങിയ ജീവികളുടെ അസ്ഥികൂടങ്ങൾ ശരീരത്തിന്റെ ഉള്ളിലാണ് അല്ലെ. നമ്മുടെയൊക്കെ എങ്ങനെയാണ്? നമ്മുടെയൊക്കെ അസ്ഥി പുറത്താണോ? അങ്ങനെയാണെങ്കിൽ മിസ്സിന്റെ ഇവിടെ അസ്ഥിയാണ് വേണ്ടത്. പക്ഷെ മിസ്സിന്റെ ഇവിടെ എന്താ, മൊത്തം മാംസല്ലേടാ. അപ്പൊ മിസ്സിന്റെ ഒക്കെ അകത്താണ്. അതേപോലെ പശുവിന്റെ ആടിന്റെ ഒക്കെ അകത്താണെങ്കിൽ, ഉള്ളിലോട്ടാണെങ്കിൽ എൻഡേ എന്ന് വെച്ചാൽ എൻഡോസ്കെലിറ്റൺ അല്ലെങ്കിൽ ആന്തരാസ്ഥികൂടം എന്ന് പറയപ്പെടുന്നു. എന്റെ എല്ലാം അല്ലേ എന്ന് ആലോചിക്കുക. അപ്പൊ എന്റെ എല്ലാം അല്ലേ, എന്റെ ആന്തരാസ്ഥികൂടം അല്ലേ എന്ന് പഠിച്ചു വെക്കുക. എൻഡോസ്കെലിറ്റൺ എന്ന് പറയുമ്പോൾ അകത്ത്, എന്റെ എന്നൊക്കെ പറയുമ്പോൾ എന്റെ ഉള്ളിൽ എന്ന് പറയുമ്പോൾ എന്റെ ഉള്ളിലല്ലേ വരാ, എന്ന് വെച്ചാൽ അകത്തല്ലേ ഉദ്ദേശിക്കുന്നത്. അതേപോലെ എൻഡോസ്കെലിറ്റൺ എന്ന് പറയുമ്പോൾ അകത്ത് കാണുന്ന അസ്ഥികൂടങ്ങളാണ് നിങ്ങൾ ആലോചിച്ച് വെക്കുക. ഇൻ കൗ, ഗോട്ട് എക്സെട്രാ ദി സ്കെലിറ്റൺ ഈസ് സീൻ ഇൻസൈഡ് ദ ബോഡി. ദിസ് ഇസ് കോൾഡ് എൻഡോസ്കെലിറ്റൺ എന്ന് പറയുന്നു. സെറ്റലടാ, റെഡി അല്ലേ? അപ്പൊ അത് ക്ലിയർ ആയിട്ടുണ്ട് അല്ലേ. അപ്പൊ എൻഡോസ്കെലിറ്റൺ വെച്ചിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ ആളുകളുടെ അസ്ഥികൂടം കാണിച്ചിട്ടുള്ളത്. ഇനി അടുത്ത ആള് രണ്ടും കാണിക്കുന്ന ആളുകൾ ഉണ്ടോ എന്നായിരുന്നു ക്വസ്റ്റ്യൻ. ഉണ്ട്. ദാ നമ്മുടെ ആമ, ചീങ്കണ്ടി മുതലായവയ്ക്ക് ആന്തരാസ്ഥികൂടം ഉണ്ട്, ബാഹ്യാസ്ഥികൂടം ഉണ്ട്. എൻഡോസ്കെലിറ്റൺ എക്സോസ്കെലിറ്റൺ ഉള്ള ആളുകളാണ് ടോർട്ടോയ്സ്, ക്രോക്കോഡൈൽ എന്നൊക്കെ പറയുന്നത്. എന്തിനുള്ള എക്സാമ്പിൾ ആണ് മക്കളെ? രണ്ടും കാണിക്കുന്നുണ്ട്. എന്താ ബാഹ്യാസ്ഥികൂടം എന്ന് പറഞ്ഞാൽ പുറത്ത് കാണുന്ന അസ്ഥികൂടം അല്ലേ. പുറത്തും കാണുന്നുണ്ട്, അകത്തും കാണുന്നുണ്ട്. ഡബിൾ എന്ന് പറഞ്ഞ കുമ്പിടി എന്ന് പറയുന്ന പോലെ ഡബിൾ എന്ന് പറയുന്ന ആളുകളാണ് ഈ പറയുന്ന രണ്ടുപേരും കേട്ടോ. അപ്പൊ അത് നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക. എങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് മിസ് പോവാണ്. അസ്ഥിഭംഗം സംഭവിച്ച ഒരു വ്യക്തിക്ക് കൊടുക്കേണ്ട പ്രാഥമിക ശുശ്രൂഷകൾ എന്തൊക്കെയാണ്? വാട്ട് ഈസ് ദ ഫസ്റ്റ് എയ്ഡ് ഗീവ് ടു ദ പേഴ്സൺ ഹു ഹാസ് സഫേർഡ് ബോൺ ഫ്രാക്ചർ എന്ന് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അസ്ഥിഭംഗത്തിന്റെ ലക്ഷണങ്ങൾ ശുശ്രൂഷകൾ എന്തൊക്കെ? ആൻഡ് എന്താണ് സ്പ്ലിന്റർ? വാട്ട് ഈസ് സ്പ്ലിന്റർ അല്ലെങ്കിൽ വൈ സ്പ്ലിന്റ് ഈസ് യൂസ്ഡ് എന്തിനാണെന്ന് ചോദിക്കുന്നുണ്ട്. വാട്ട് ആർ ദ സിംറ്റംസ് ഓഫ് ബോൺ ഫ്രാക്ചർ എന്ന് ചോദിക്കുന്നുണ്ട്. അസ്ഥിഭംഗത്തിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, ശുശ്രൂഷകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം അല്ലെ. ഇത് നമ്മൾ എപ്പോഴും പഠിക്കുന്ന സാധനം തന്നെയാണ്. എന്താണ് അസ്ഥിഭംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ബോൺ ഫ്രാക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും അടിപൊളിയായിട്ട് പറഞ്ഞു തരാൻ പറ്റിയ ആളാണ് ഞാൻ. എനിക്ക് ബോൺ ഫ്രാക്ചർ ആയില്ലെങ്കിലും മസിൽ ടിയർ ആയി പോയിട്ട് എൻ്റെ അടുത്ത് കൈയിന്റെ അവിടെയുള്ള മസിൽ ടിയർ ആയി പോയിട്ട് കുറച്ച് ലോങ് ആയിട്ടുള്ള ഒരു സർജറി ഒക്കെ കഴിഞ്ഞിരിക്കുകയായിരുന്നു ഞാൻ. അപ്പൊ എനിക്കിത് പഠിപ്പിച്ചാലും വളരെ സിമ്പിൾ ആയിരിക്കും. കാരണം അസ്ഥിക്ക് ഭംഗം സംഭവിക്കുക. അസ്ഥിക്ക് എന്ത് സംഭവിക്കും? ഒന്നുമില്ലെങ്കിൽ അത് പൊട്ടുക, അല്ലെങ്കിൽ വിള്ളൽ ഉണ്ടാവുകയോ ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രശ്നം കൊണ്ടോ, ഒന്നുമില്ലെങ്കിൽ ആക്സിഡന്റ് ആയിരിക്കാം, അല്ലെങ്കിൽ എവിടെയും തട്ടിയിട്ടായിരിക്കാം, വീഴ്ച വീണിട്ടായിരിക്കാം. എന്നെ പോലെ ലൈക്ക് മീ അല്ലെ, ഒരു വീഴ്ചക്ക് വീണതിന്റെ ക്ഷീണം ഇതുവരെയും തീർന്നില്ലടാ. അപ്പൊ അങ്ങനെ വീഴ്ച വീണിട്ടായിരിക്കാം. അങ്ങനെ ശക്തമായിട്ട് എന്തെങ്കിലും ഒന്ന് തട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ അസ്ഥി പൊട്ടിപ്പോവും.
നിങ്ങൾ പലപ്പോഴും നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അച്ഛനോ അമ്മയ്ക്ക് അല്ലെങ്കിൽ അച്ഛമ്മയ്ക്ക് ഗ്രാൻഡ് ഫാദർ അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് തന്നെ ചില സമയത്ത് എപ്പോഴെങ്കിലും സംഭവിച്ചിട്ടുണ്ടായിരിക്കാം അല്ലേ? പലർക്കും സംഭവിക്കുന്നതാണ്. ഒരു വീഴ്ച വീഴും, ഒരു ഫുട്ബോളോ ക്രിക്കറ്റോ കളിക്കേണ്ട ഇടയിൽ വീഴ്ച വീഴും. പക്ഷേ പിന്നെ അവിടെ പെയിനും കാര്യങ്ങളും വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക നൈസായിട്ട് നമ്മുടെ ബോണിന് ഫ്രാക്ചർ സംഭവിച്ചു, അസ്ഥിക്ക് ഭംഗം സംഭവിച്ചു എന്ന് പറയാം അല്ലേ? അങ്ങനെ അസ്ഥി ഒടിയുന്നതിനെയാണ് ഒടിയ എന്താ ഒടിഞ്ഞത്? അസ്ഥിഭംഗമാണ് ഒടിഞ്ഞത്, അസ്ഥിക്കാണ് ഭംഗം സംഭവിച്ചത്. അപ്പൊ അങ്ങനെ സ്ഥാനം തെറ്റാറുണ്ട്. ഇതിനെയാണ് നമ്മൾ അസ്ഥിയുടെ സ്ഥാനം തെറ്റാണ്, ഇവിടെയുള്ള അസ്ഥി കുറച്ച് ഇങ്ങോട്ടേക്ക് മാറുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ സ്ഥാനഭ്രംശം എന്നും കൂടെ പറയാം കേട്ടോ. അപ്പൊ സ്ട്രോങ് ഇമ്പാക്ട് ക്യാൻ ബി കോസസ് ബൈ ദ ബ്രേക്കിംഗ് ഓഫ് ബോൺസ്, അപ്പിയറൻസ് ഓഫ് ഫിഷറീസ് ആൻഡ് ബോൺസ്. ബ്രേക്കിംഗ് ദ ബോൺ ഇസ് കോൾഡ് ബോൺ ഫ്രാക്ചർ അല്ലെങ്കിൽ നമ്മുടെ അസ്ഥിഭംഗം. ആൻഡ് സംടൈം ദ പൊസിഷൻ ഓഫ് ദ ബോൺ എന്ന് പറയുന്നത് ചേഞ്ച് ചെയ്യുന്നു. ഇപ്പൊ പല സമയത്ത് ഡിസ്ലൊക്കേറ്റ് ചെയ്യാറുണ്ട്. നമ്മുടെ ഇവിടെയുള്ള ഈ ഒരു സ്കില്ല്, നമ്മുടെ എന്താ പറയാ അസ്ഥി ഉണ്ടല്ലോ, അത് നൈസായിട്ട് താഴ്ത്തോട്ട് പോകും. ചിലപ്പോൾ വീഴ്ചയ്ക്ക് വീണ് കഴിഞ്ഞാൽ ഷോൾഡറിന്റെ ഇവിടുത്തെ അസ്ഥി ഇങ്ങോട്ടേക്ക് പോകും. എന്നിട്ട് അത് ഡിസ്ലൊക്കേറ്റ് ചെയ്ത് പോയി നമ്മളത് മാറ്റി വെക്കാറെന്ന് വെച്ചാൽ അത് ശരിയാക്കാറൊക്കെയാണ് പതിവായി, ഡോക്ടേഴ്സ് ആണ് അതൊക്കെ ചെയ്യുക. അപ്പൊ അങ്ങനെ വരുന്നതിനെ നമ്മൾ ഡിസ്ലൊക്കേഷൻ എന്ന് വെച്ചാൽ ലൊക്കേഷൻ മാറി, നമ്മൾ അറിയാത്ത ലൊക്കേഷനിലോട്ട് പോയി എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അത് പഠിച്ചു വെക്കാം കേട്ടോ. അതേപോലെ എന്തൊക്കെയാണ് ലക്ഷണങ്ങൾ എന്ന് ചോദിച്ചു. എന്തൊക്കെയാണ് മക്കളെ? നമുക്കറിയാം ഒരു വീഴ്ച വീണ് കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ സംഭവിക്കുന്നത് അല്ലെ? എല്ലിന് തകരാറ് സംഭവിച്ചു നമ്മൾ എങ്ങനെ അറിയാൻ ചോദിച്ചു കഴിഞ്ഞാൽ നല്ല വേദനിക്കും. ഫസ്റ്റ് ഓഫ് ഓൾ നല്ല വേദനയായിരിക്കും. ആൻഡ് അതുപോലെ തന്നെ പെയിൻ ഉണ്ടായിരിക്കും. ആൻഡ് ഡിഫിക്കൽട്ടി, മൂവ് ചെയ്യാനൊക്കെ ഡിഫിക്കൽട്ടി. ഇപ്പൊ മിസ്സിന്റെ ഇടുപ്പിനാണെന്നുണ്ടെങ്കിൽ മിസ്സിന് ഇങ്ങനെ നനങ്ങാൻ പോലും പറ്റത്തില്ല, അത്രയും വേദനയായിരിക്കും. സ്വെല്ലിങ് ഉണ്ടായിരിക്കും. പലപ്പോഴും സ്വെല്ല് ചെയ്ത് വീർത്തിട്ട് വരും, മുറിവുകളൊക്കെ വീർക്കുന്ന കണ്ടിട്ടില്ലേ, അങ്ങനെ വരും. അല്പം വളവ് സംഭവിച്ചേക്കാം, ചിലപ്പോൾ ബെൻഡിങ് വന്നേക്കാം, അല്ലെങ്കിൽ സമാന എല്ലുകൾ. ഇപ്പൊ നമ്മൾ ഈ ഒരു കൈയിനാണ് പ്രശ്നമെങ്കിൽ ഈ കൈ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതിനോട് നിന്ന് വ്യത്യസ്തമായിരിക്കും. അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുക നമ്മുടെ പണി കിട്ടി ഗായ്സ്, എന്തോ കാര്യമായിട്ട് പണി കിട്ടി എന്ന് നമുക്ക് മനസ്സിലാവും. അങ്ങനെയാണ് കേട്ടോ. ആൻഡ് പിന്നെ ചോദിച്ചത് സ്പ്ലിന്റ് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പലപ്പോഴും നമുക്കറിയാം ഈ ബോൺ ഫ്രാക്ചർ ഒക്കെ സംഭവിച്ചിട്ടുള്ള ആളുകളെ, ഞാൻ കുറച്ചാൾ ഇങ്ങനെയുണ്ട്, കൈയൊക്കെ ഇങ്ങനെ കെട്ടിപ്പൂട്ടി വെച്ചേക്കായിരുന്നു. അപ്പൊ എന്താണ് ഇങ്ങനെ ബോൺ ഫ്രാക്ചർ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ കൈയൊക്കെ കെട്ടിപ്പൂട്ടി വെക്കാൻ വേണ്ടി സാധനം എടുക്കില്ലേ, അതാണ് നമ്മുടെ സ്പ്ലിന്റ് എന്ന് പറയുന്നത്. ഒടിഞ്ഞ ഭാഗം ഇളകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്പ്ലിന്റ് ഉപയോഗിക്കും. എപ്പോഴും നിങ്ങൾ കണ്ടിട്ടില്ലേ കൈയൊക്കെ പൊട്ടിയവർക്കൊക്കെ ഇങ്ങനെ കെട്ടി വെച്ചിട്ട് ഇവിടെ ഒരു സാധനം ഇങ്ങനെ കെട്ടി, ഇതേപോലെ സാധനം ഇതുപോലെയല്ല ഒരു സാധനം ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ടായിരിക്കും അല്ലെ? അങ്ങനെ ദ ബ്രോക്കൺ പാർട്ട് ഷുഡ് ബി മൂവ്ഡ് ആൻഡ് ടൈപ്പിംഗ് സ്പ്ലിന്റ് വിൽ ബി ഹെൽപ്ഫുൾ ആയിരിക്കും. അങ്ങനെ ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നുള്ളതാണ് ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം. ആർക്ക് എന്ത് സംഭവിച്ചാലും ഫസ്റ്റ് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ കൊടുത്തതിന് ശേഷം പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം കേട്ടോ. അപ്പൊ അങ്ങനെ മരം, പ്ലാസ്റ്റിക്, ലോഹം എന്തെങ്കിലും കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു താങ്ങ് പലകയാണ് സ്പ്ലിന്റ്. നമുക്കൊരു താങ്ങ് വേണമല്ലോ, നമ്മളൊരു വീഴ്ച വീണ് നമുക്കൊരു താങ്ങ് വേണമല്ലോ. സോ അതിന് വേണ്ടിയിട്ട്, സ്ട്രോങ് സപ്പോർട്ടിന് വേണ്ടിയിട്ട് നമ്മളെ പ്ലാസ്റ്റിക്കോ മെറ്റലോ കൊണ്ടോ നിർമ്മിച്ചിട്ടുള്ളതാണ് സ്പ്ലിന്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അതെന്റെ മക്കൾ ആലോചിച്ച് വെക്കുക. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. ചിത്രത്തിൽ തന്നിരിക്കുന്ന സന്ധി ഏതാ? ഈ സന്ധിയുടെ പ്രത്യേകത ഏത് ജോയിന്റ് ആണ് ആൻഡ് എന്താണ് ഇതിന്റെ സ്പെഷ്യാലിറ്റി എന്ന് ചോദിക്കുന്നുണ്ട്. ഏത് ജോയിന്റ് ആണ് വരാ? നമ്മൾ എത്ര ജോയിന്റ്സ് പഠിച്ചിട്ടുണ്ട്? പ്രധാനപ്പെട്ടുള്ള 3 ജോയിന്റ്സ് ആണ് നമ്മൾ പഠിച്ചത് അല്ലേ? ഫസ്റ്റ് വൺ ബോൾ ആൻഡ് സോക്കറ്റ്, ഷോൾഡർ. നമ്മുടെ ഈ ഷോൾഡർ ഭാഗം, ഈ ഒരു ഭാഗത്തൊക്കെ ഉള്ള അല്ലെ, ഈ ഒരു ഭാഗത്ത് ജോയിന്റ് എന്ന് പറയുമ്പോൾ എന്താ? രണ്ടിനെയും കൂടെ പരസ്പരം ബന്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലെ, അസ്ഥികളെ പരസ്പരം ബന്ധിപ്പിക്കുന്നതാണ് ജോയിന്റ് എന്ന് നമുക്കറിയാം. ചലിപ്പിക്കാനും കാര്യം, നമുക്ക് ഇങ്ങനെ ചലിക്കാനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാ മിസ് ഒരു ഡാൻസ് കളിക്കണമെങ്കിൽ മിസ്സിന് എന്ത് വേണം? ഈ ജോയിന്റ് അടിപൊളിയായിരിക്കണം, എന്നാലേ ഇന്ത്യയിലോ സെറ്റ് ആവുള്ളൂ അല്ലെ? അപ്പൊ ഷോൾഡറിന്റെ അവിടെ, ഹിപ്പിന്റെ അവിടെയൊക്കെ കാണപ്പെടുന്നതാണ് നമ്മുടെ ബോൾ ആൻഡ് സോക്കറ്റ് എന്ന് പറയുന്ന ജോയിന്റ്. ഒരു ബോളും അതിനുള്ളിൽ കൂടെ സാധനം കുത്തിക്കയറ്റി, അപ്പൊ ഇതൊരു ബോളാ വിചാരിച്ചോ, അതിനകത്ത് കൂടെ സാധനം കുത്തിക്കയറ്റി എങ്ങനെ ഇരിക്കും? അതേപോലെയാണ് ഏകദേശം ഇതിരിക്കുക അല്ലെ? ഫ്രീലി മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും. ആൻഡ് ബോൾ ഓഫ് വൺ ബോൺ റൊട്ടേറ്റ് ഇൻ ദ സോക്കറ്റ് ഓഫ് അനദർ ബോൺ എന്നാണ് പറയുന്നത്. നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾക്ക് നമ്മളിവിടെ സഹായിക്കുന്നതാണ്. തോളല്ല, അതുപോലെ ഇടുപ്പ്. ഇവിടെ പറയില്ലേ ഇടുപ്പ് വേദനിച്ചിട്ട് വയ്യാന്ന് പറയുമ്പോ എന്താ? ഇടുപ്പില്ല, ആ ഭാഗത്താണ് പ്രശ്നം. ആൻഡ് അടുത്ത് നമ്മളോട് ചോദിച്ച ക്വസ്റ്റ്യൻ ആയിരുന്നു ഹിഞ്ച് ജോയിന്റ് അല്ലെങ്കിൽ വിജാഗിരി സന്ധി എന്നാണ് അതിന്റെ ആൻസർ വരാം കേട്ടോ. എവിടെയാണ് അത്? എൽബോ, നീന്റെ അവിടെ എന്ന് വെച്ചാൽ കൈമുട്ട് കാൽമുട്ടിന്റെ ഒക്കെ ഭാഗത്ത് അല്ലെ? കൈമുട്ട് കാൽമുട്ട് ഇവിടെയൊക്കെ നോക്കുക. നിങ്ങൾക്ക് ഒറ്റ ഭാഗത്ത് കൂടെ അല്ലേ ഇതിങ്ങനെ തിരിക്കാൻ പറ്റുള്ളൂ, അല്ലാണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പോലെ തിരിഞ്ഞും മറിഞ്ഞും പിടിച്ചൊക്കെ ഇത് ചെയ്യാൻ പറ്റുമോ? അപ്പൊ കൈന്റെ കാര്യം തീരുമാനമാവും അല്ലെ? അപ്പൊ ഇങ്ങനെയുള്ളതാണ് കൈമുട്ട്. ഒരു വിജാഗിരി, നമ്മൾ ഈ വാതിലിന്റെ സൈഡിലെ വിജാഗിരിന്റെ മക്കൾ കണ്ടിട്ടില്ലേ? ഇതേപോലെ ഒരു സാധനം ഉണ്ടായിരിക്കും. എല്ലാ വാതിലിന്റെ സൈഡിലും ഇതേപോലെ ഒരു സാധനം ഉണ്ടായിരിക്കും. ആ സാധനം നമ്മൾ തുറക്കുമ്പോഴാണ് നമുക്ക് വാതിൽ തുറക്കാൻ പറ്റുന്നത്. അപ്പൊ ഒരു സൈഡിലോട്ട് നമുക്ക് വാതിൽ തുറക്കാൻ സഹായിക്കുന്നതാണ് വിജാഗിരി എന്ന് പറയുന്നത്. അതുപോലെ ഒരു ഭാഗത്തേക്ക് ചലിപ്പിക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന സാധനമാണ് നമ്മുടെ വിജാഗിരി സന്ധി അല്ലെങ്കിൽ ഹിഞ്ച് ജോയിന്റ്. ലാസ്റ്റ് വൺ ആണ് പിവോട്ട്.
പിവോട്ട് പറയുമ്പോൾ നമ്മുടെ കഴുത്തിന്റെ ഭാഗത്തും തലയോടിന്റെ ഭാഗം നട്ടലിന്റെ മുകൾ ഭാഗത്തൊക്കെ ഏകദേശം ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് വരുന്നതാണ് നമ്മുടെ കീലസന്ധി പിവോട്ട് ജോയിന്റ്. നമുക്ക് ഇവിടെ അങ്ങനെ പിടിച്ചു നോക്കി അറിയാൻ പറ്റൂടാ, ഈ ബാക്ക് സൈഡിൽ അങ്ങനെ പിടിച്ചു നോക്കി എന്റെ മക്കൾക്ക് അറിയാൻ വേണ്ടി പറ്റും. ഇത് ഒരു അസ്ഥി മറ്റൊന്നിൽ ഇരു ദിശയിലും തിരിയുന്നു. നമ്മുടെ കഴുത്തൊക്കെ ഇങ്ങനെ തിരിയില്ലേ, ഇത് അതേപോലെ നമുക്ക് തിരിക്കാൻ വേണ്ടി പറ്റുന്നില്ലേ, അതെങ്ങനെയാണ്? ഇതേപോലെ നെക്കിന്റെ പാർട്ടിലാണ് ബോൺ ടേൺസ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഓഫ് ദ ആക്സിസ് ഇൻ ദ സിംപ്ലീൻ ആണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്താ പറയാ, പിവോട്ട് ജോയിന്റ്സ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഇത്രയും സന്ധികളും നിങ്ങൾ പഠിക്കണം. ഇത് എല്ലാ സമയത്ത് എക്സാമിന് ചോദിക്കും, ഇതിൽ ഏതെങ്കിലും ഒന്ന് തന്നിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ ചോദിക്കും കേട്ടോ. അത്രയും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്, പഠിച്ചു വെച്ചേക്കാം. ഓക്കെ അല്ലേ? അപ്പൊ വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറെ ക്വസ്റ്റ്യൻസുകൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മുടെ പബ്ലിക് എക്സാം വരാൻ പോവാണ്. എന്റെ മക്കൾ അടിപൊളിയായിട്ട് പഠിക്കണം, സെറ്റായിട്ട് പഠിക്കണം. സോ ഈ ഒരു ക്വസ്റ്റ്യൻസ് വന്നാൽ ഒരിക്കലും നിങ്ങൾ ആൻസർ ചെയ്യാതെ പോകരുത്. അപ്പൊ ബാക്കി കാര്യങ്ങൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഇനിയും ഒരുപാട് ക്വസ്റ്റ്യൻസുകൾ നിങ്ങൾക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. അപ്പൊ അതുവരേക്കും ബൈ ബൈ മക്കളെ, സീ യു ഡിയേഴ്സ്, ബൈ.